ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രണ്ടാം ദിവസത്തെ പാരായണത്തിൽ നമ്മൾ കണ്ടത് അയോധ്യയിൽ ഭഗവാൻ ശ്രീനാരായണൻ തന്നെ രാമനായി അവതരിച്ച കാര്യമാണ്. രാമന് നാമകരണം ചെയ്യുന്ന ഭാഗത്തേക്ക് മൂന്നാം ദിവസത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണ നിപുണനാം കൈകേയി തനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയന് ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചൻ. അങ്ങനെ 4 പേർക്കും നാമകരണം നടത്തി വളരെ സന്തോഷത്തോടുകൂടി അയോധ്യയിൽ രാജകുമാരന്മാർ വളരുകയാണ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നല്ല ഒരു ഗുരുവിൻ്റെ സമക്ഷമെത്തിയാൽ ജീവിതത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കാൻ കഴിയും. എങ്ങനെയാണ് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക? സമയമൊത്തു വരുമ്പോൾ ഗുരു ചിലപ്പോൾ ശിഷ്യനെ തന്നെ തേടി വരുമെന്നാണ് ഭാരതീയമായ വിശ്വാസം. നമുക്കത് കാണാം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കാം മാറെഴുന്നള്ളീടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുവടിയെഴും നള്ളിയതു മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീപതേ രാമദേവനെ അയക്കേണം. രാക്ഷസന്മാര് ഞാൻ നടത്തുന്ന യാഗാദി യജ്ഞങ്ങളെ മുടക്കുവാൻ ശ്രമിക്കുന്നു. അവരെ ഇല്ലാതാക്കാൻ രാമനെ അയക്കണമെന്നാണ് മുനി പറയുന്നത്, വിശ്വാമിത്രൻ പറയുന്നത്. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ
കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവരനോടേകാന്തേ ചൊല്ലിയിടിനാൻ, എന്തു ചൊൽവതു ഗുരോ, നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊരു ധർമ്മസങ്കടമാണ്! ഇത്രയും പ്രിയപുത്രനായ രാമനെയും ലക്ഷ്മണനെയും ഒക്കെ ഈ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ രാജാവിനത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പറഞ്ഞയച്ചില്ലെങ്കിലോ അത് അതിലേറെ അപകടകരമാണ്. ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം, എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ, മാനുഷനല്ല രാമൻ മാനവശിഖാമണേ. മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി. പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. ഭയപ്പെടാനൊന്നുമില്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് നിന്റെ മകനായി വന്ന് അവതരിച്ചിരിക്കുന്നത്. രാമനെ അയക്കാൻ യാതൊരു പരിഭ്രമവും വേണ്ട എന്ന് ഗുരു മറുപടി പറയുകയാണ്. വസിഷ്ഠമുനി: മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി, നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യകേൾ അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും. അന്ന് കശ്യപ പ്രജാപതിയും അതിഥിയുമായി ഭൂമിയിൽ ജനിച്ച കാലത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ യാഗം ഒക്കെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ ഭഗവാൻ തന്നെ മകനായി ജനിച്ചിരിക്കുന്നത്. യാതൊരു പരിഭ്രമവും വേണ്ട എന്ന് ഗുരുനാഥൻ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. അങ്ങനെ ഗുരുവായ വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാരെ സന്തോഷപൂർവ്വം പറഞ്ഞയക്കുകയാണ് ദശരഥ മഹാരാജാവ്. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാകേൽ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജയിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ഇനി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കാട്ടിൽ ചെലവഴിക്കാൻ പോകുന്ന രാജകുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടുള്ള യാത്ര സാധ്യമല്ല. അതുകൊണ്ട് വിശപ്പും ദാഹവും അറിയാതിരിക്കുന്നതിനുള്ള വിദ്യകൾ ആദ്യം തന്നെ വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാരെ പഠിപ്പിക്കുകയാണ്.
ഇനി കാട്ടിലൂടെയുള്ള യാത്രയാണ്. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴിയാരുമേ ഇതുകാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക, ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനവാസിജനം ഭുവനേശ്വരാ പോറ്റി. കൊല്ലണമവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിടതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി, പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരിതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. അതിഭയങ്കരിയായ താടകയാണ് രാമൻ ആദ്യം വധിക്കുന്നത്. രാമന് ചില ആശങ്കകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സ്ത്രീവധം ആവാമോ? പക്ഷേ ആ ആശങ്കകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നാം എല്ലാത്തിനോടും പൊരുതാനുള്ള ശക്തി നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് രാമനെ ബോധ്യപ്പെടുത്തിയ ശേഷം താടകയെ വധിക്കാനായി അനുഗ്രഹിക്കുകയാണ് വിശ്വാമിത്ര മുനി. അങ്ങനെ രാമൻ താടകയെ നിഗ്രഹിക്കുകയാണ്. എന്നാൽ താടകയെ നിഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശുഭമായി പര്യവസാനിക്കുന്നില്ല. രാക്ഷസന്മാർ ആക്രമണം തുടരുകയാണ്. യാഗവും ദീക്ഷിച്ചതു കൗശികനതുകാലമാഗമിച്ചിതു, നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെ ഒരു ശരമന്നേരം. മാരീജനും ഭീതി പൂണ്ടോടിയിടിനൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീജനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്നഭയം പുക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും. മാരീച സുബാഹുക്കളുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ് പിന്നെ മുനി അനുഭവിക്കുന്നത്. പക്ഷെ അതിനും രാമലക്ഷ്മണന്മാർ പരിഹാരം കാണുകയാണ്. സുബാഹുവിനെ കൊന്നുവെങ്കിലും മാരീചൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടുകയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ ഒരു ഘട്ടത്തിലും ഭഗവാൻ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ മാരീചന് അഭയം കൊടുക്കുകയും മാരീചൻ രാമഭക്തനായി മാറുകയും ചെയ്യുകയാണ്. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും യാത്ര തുടരുകയാണ്. അവരിനി എത്തിച്ചേരുന്നത് അഹല്യയുടെ സമീപത്തേക്കാണ്, ഗൗതമാശ്രമത്തിലേക്കാണ്. ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലതാകുസുമ ഫലങ്ങളാൽ സർവമോഹനകരം. ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു
മനോഹരമാശ്രയയോഗ്യം നാനാജന്തുവർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ശിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ. ചെന്തുണ്ടിവായി മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ. സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജാസുത നന്ദനനുടെ രൂപം ലോകനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തര പുക്കാനുടജന്തരെ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപതു പൂണ്ടു നിന്ന. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പുക്കാനുടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്താരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമുടുങ്ങുവാനിതിനിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തരമഹാവ്രതം കാമകിങ്കരേ. ശിലാരൂപവും കൈക്കൊണ്ടു നീ
രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും ശ്രീരാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെയാവാം കർക്കടക മാസം, എല്ലാ വർഷവും കർക്കടക മാസം വന്നണയുമ്പോൾ നാം വീണ്ടും വീണ്ടും രാമനിലേക്ക് ചെന്നടുത്തുകൊണ്ടിരിക്കുന്നത്. രാമനെക്കുറിച്ചറിയാൻ, രാമനാമം വീണ്ടും വീണ്ടും ജപിച്ച് സായുജ്യമടയാൻ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന മഹാശക്തിയാണ് രാമൻ എന്ന സത്യം തന്നെയാണ് ആദികവി എഴുത്തച്ഛനിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ മഹാസത്യത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും രാമനെ കാണാനുള്ള അനുഭവം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. Thank you.